ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ചെന്നിത്തല സാറേ, തുടക്കമൊക്കെ നന്നായിരുന്നു. പക്ഷേ ഇത് താങ്കളുടെ ഒരു ക്രൂര വിനോദമായിപ്പോയി. ഒരറിയിപ്പും കൂടാതെ, അല്ലെങ്കിൽ വനിതാ പോലീസ് ഇല്ലാതെ ഒരു വീട്ടിൽ കയറുകയും വനിതകളെ ആക്രമിക്കുകയും ചവിട്ടുകയും താലി പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസിന് യോജിച്ചതാണോ സാറേ? നമ്മൾ എല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ ഒരു എന്തുണ്ടാവും, ഒരു ആർത്തി ഉണ്ടാവും. ഇല്ല, ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ പഴുത്ത ചക്ക കണ്ട പൂച്ചയെ പോലെയും, അല്ലെങ്കിൽ അതിനോടുള്ള ആർത്തി കൊണ്ടിട്ട് അത് കടിച്ചു വലിക്കുന്നത് പോലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ആഭ്യന്തരമന്ത്രിയായത്. അപ്പം അതിൻ്റെ ഒരു വില കാണിക്കണമായിരുന്നു. എല്ലാവരും ഇപ്പം പുതിയ തൂഫാൻ രീതിയുമായി മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഭരണം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നല്ല പ്ലസ് മാർക്കുകളായിരുന്നു താങ്കൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തെ അറസ്റ്റ്, വട്ടിയൂർക്കാവിൽ നടന്ന സംഭവം ഒരു മാർക്ക് പോലും താങ്കൾക്ക് തരില്ല. ഏത് സംഭവത്തിലാണ് മുന്നേ ആകാശത്തേക്ക് വെടിവെച്ചിട്ടുള്ളതും രാത്രി കയറി വീട്ടിൽ പോലീസ് കയറി അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഏത് നിയമത്തിലാണ് പറഞ്ഞിട്ടുണ്ട്? എവിടെയാണുള്ളത്? അതുമല്ല, അയാളുടെ മേൽ ചുമത്തിയിട്ടുള്ള കേസുകളുടെ ഒരു രേഖകൾ പോലും നിങ്ങൾക്ക് ആർക്കും തന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ശ്രീ മുരളീധരൻ പറയുന്നത് എന്താണ്? അയാളുടെ മണ്ഡലത്തിൽ കയറി കളിച്ച് ആ മണ്ഡലത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അയാൾ വരും ഇലക്ഷനിൽ തോക്കാനാണോ, അല്ലെങ്കിൽ അയാളുടെ ഗ്ലാമർ പോക്കാനാണോ, അയാളോടുകൂടി ഉള്ള ഒരു പകപോക്കലാണോ? രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറ്റി കൊണ്ടുവന്ന മുരളീധരൻ്റെ അച്ഛൻ കെ കരുണാകരൻ സാറാണ്. അതൊരിക്കലും മറക്കണ്ട. ഇനി വരും ഭരണത്തിൽ കരുണാകരൻജിയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് ഉള്ള ഒരു ഭരണമായിരിക്കണം, അല്ലെങ്കിൽ ഒരു രീതിയിൽ ഓർത്തുകൊണ്ടുള്ള നല്ല ഭരണം കാഴ്ചവെക്കാൻ ശ്രമിക്കൂ. അല്ലാതെ ഇങ്ങനെ രാത്രി പതുങ്ങിയും മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ചുവടുവയ്പ്പുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടൂ പ്രിയ ആഭ്യന്തരമന്ത്രി. വരും ദിവസങ്ങളിൽ നല്ലത് വരട്ടെ എന്ന് ആശിക്കുന്നു. നന്ദി.